ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 32ാം ഐറ്റമായിട്ടായിരുന്നു അത് പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ സിറ്റിംഗ് തുടങ്ങിയ ഉടൻ തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യം അറിയിക്കുകയും തുടർന്ന് ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു മെറിറ്റും പരിഗണിക്കുന്നതിന് മുമ്പാണ് ഇപ്രകാരം ഒരു തിടുക്കപ്പെട്ട് ഇവന്മാർ രാഹുലിനെ പുറത്താക്കിയത്. രാഹുലിനെ പുറത്താക്കുക എന്ന ഒരൊറ്റ കൊട്ടേഷനായിരുന്നു ഈ ഇവിടുത്തെ സകല സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ഏറ്റെടുത്തത്. രാഹുലിനെ പുറത്താക്കി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കണ്ടോ അവന്മാർ ആവേശം കെട്ടടങ്ങി. അതിന്റെ ഒരു 10-1 ആവേശം പോലും ഇപ്പോൾ ഈ രാഹുലിനെ ജാമ്യം കിട്ടിയ കാര്യത്തിൽ ഇവന്മാർ കാണിക്കുന്നില്ല. ഇതിൽ നിന്നും ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഒരു കൊട്ടേഷനായിരുന്നു രാഹുലിനെ തീർക്കുവാൻ, പ്രത്യേകിച്ച് ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കുവാൻ വേണ്ടി നടത്തിയ ഒരു കൊട്ടേഷനായിരുന്നു. ആ ജാമ്യ അപേക്ഷ ഇന്ന് ഇതാ ഹൈക്കോടതി പരിഗണിച്ച ഉടൻ തന്നെ ജുഡീഷ്യറി പോലും ഈ രാഷ്ട്രീയ നാടകത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ കണ്ട് നമ്മൾ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും അയാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനി ഈ കേസ് വിശദമായ വാദം കേൾക്കുവാൻ, ആന്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ വാദം കേൾക്കുവാൻ വേണ്ടി 15-ാം തീയതി വെച്ചേക്കുകയാണ്. വളരെയേറെ സന്തോഷകരം. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏവർക്കും ഒരു സമാധാനം നൽകുന്ന ഒരു വാർത്തയാണിത്.